ഡിമാർട്ടിൽ പോയപ്പോൾ അവല് കണ്ടപ്പോൾ പെട്ടെന്ന് അങ്ങ് മനസ്സ് കത്തിയത് പഴവും അവലും കൂടെ കുഴച്ചിട്ട് ഒരു പിടിപിടിക്കാന്ന്. അങ്ങനെ കുറച്ച് അവല് പെട്ടെന്ന് തന്നെ എടുത്തിട്ട് ഒരു 2-3 ദിവസമായെങ്കിലും അവലിൻ്റെ കാര്യം അങ്ങ് മറന്നുപോയേ. പെട്ടെന്നാണ് അവലിൻ്റെ കാര്യം ഓർമ്മ വന്നത്. അങ്ങനെ ഒരു പ്ലേറ്റിലോട്ട് കുറച്ച് അവല് വിട്ടു. പിന്നെ ശർക്കര നാട്ടിൽ നിന്ന് കൊണ്ടുവന്ന ശർക്കര ബാക്കി ഉണ്ടായിരുന്നു, ആ ശർക്കരയും എടുത്തു. പിന്നെ കുറച്ച് തേങ്ങയും കൂടെ ചിരകിയെടുത്ത്, തേങ്ങക്കൊക്കെ എന്താ വില അല്ലേ, വില എന്ന് പറഞ്ഞിട്ട് കഴിക്കാതിരിക്കാൻ പറ്റുമോ? അങ്ങനെ കുറച്ച് അതും ചിരകിയെടുത്തു. ഒരു 3 പഴം കൂടി എടുത്തു. എന്നിട്ട് എന്താ കാര്യം, നമ്മുടെ ശർക്കര അങ്ങ് ചിരണ്ടി എടുക്കുക, പിന്നെ തേങ്ങയും കൂടി ഇടുക, പഴവും ചെറുതായിട്ട് അരിഞ്ഞിടുക, കൈ കൊണ്ട് അല്ലെങ്കിൽ സ്പൂണ് കൊണ്ട്. അപ്പം നമ്മൾ തന്നെ കഴിക്കുന്ന ആയതുകൊണ്ട് കൈ കൊണ്ട് അങ്ങ് ഞെരടി എടുക്കും. പുറത്തൊക്കെ ആൾക്കാർ വന്നിട്ടൊക്കെ ആണെങ്കിൽ നമ്മൾ കൈകൊണ്ട് കഴിക്കുന്ന ചിലർക്കൊന്നും അങ്ങനെ പിടിക്കില്ലല്ലോ, കൈകൊണ്ട് കുഴച്ചെടുക്കുന്നത്. അപ്പോൾ സ്പൂൺ കൊണ്ട് അങ്ങ് കുഴക്കുക. പിന്നെ ചിലവർ പറയുന്നതൊക്കെ കുറച്ച് പാലും കൂടെ ചേർത്താൽ നല്ല കുറച്ച് കുഴകഴാന്നിരിക്കും. പാല് ചേർക്കേണ്ട ആവശ്യമില്ല. പഴം നമുക്ക് ഒരു പഴമല്ല, ഒരു 2-3 പഴമൊക്കെ എടുക്കുകയാണെങ്കിൽ നല്ല സോഫ്റ്റായിട്ട് കുഴച്ചിട്ട് നല്ലൊരു സോഫ്റ്റ് പരുവത്തിലോട്ട് അവലെത്തും. വെള്ള അവലും കൂടിയല്ലേ, അപ്പോൾ പിന്നെ വെള്ളത്തിൻ്റെ ആവശ്യമൊന്നും ഇല്ല. പിന്നെ ആവശ്യമുള്ളവർക്ക് ഇനിയിപ്പോൾ പാലെടുത്തേ മതിയാകും. അപ്പോൾ ഇത് ഞങ്ങൾക്ക് 4 പേർക്ക് വേണ്ടുന്ന അവലാണ്. അപ്പോൾ അങ്ങനെ ഓരോന്നായിട്ട് അങ്ങ് സെറ്റ് ചെയ്ത് വെച്ചു. അപ്പോൾ പിള്ളേർക്ക് ആർക്കും ചായയൊന്നും വേണ്ട. പിന്നെ എനിക്ക് എന്തായാലും ഇതിൻ്റെ കൂടെ ഒരു ഗ്ലാസ് ചായ നിർബന്ധമില്ല, വേണമെങ്കിൽ കഴിക്കാം, എന്നാലും ഒരു ചായയല്ലേ ഇതിൻ്റെ കൂടെയൊക്കെ ഒരു സുഖം. അങ്ങനെ ഞാൻ ഇതൊക്കെ ഒന്ന് സെറ്റാക്കിയിട്ട് പിന്നെ വേറെ ഒന്നും ഇട്ടില്ല, കൈയൊക്കെ കഴുകിയിട്ട് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കുമ്പോഴേക്കും അപ്പുറം ഇപ്പുറമൊക്കെ വന്ന് നിൽക്കുന്നുണ്ട്. കുറച്ച് അതിൽ നിന്ന് ഇതിന്നൊക്കെ വാരിയിട്ട് പോകുന്നുണ്ട് കേട്ടോ രണ്ടുപേരും. ഈ ഒരു പരുവായി. അങ്ങനെ 2 പ്ലേറ്റ് അവിടെ ഇവിടെയായിട്ട് നിരത്തി വെച്ചു. അവർക്ക് 2 പേർക്കും കൊടുത്തതിന് ശേഷം മാത്രമല്ലേ അമ്മമാർ കഴിക്കാൻ പാടുള്ളൂ. അപ്പോൾ അവർക്കും കൊടുത്തു. അങ്ങനെ ഞാൻ കുറച്ച് ചായ ഇട്ടു, എനിക്ക് മാത്രം ചായയും ഇട്ടു. ഞാൻ എൻ്റെ അവലും കൂടെ എടുത്തു. പിന്നെ അതിനിടയിൽ നമ്മളൊരു പരിപാടിയും കൂടെ ചെയ്തിട്ടുണ്ടായിരുന്നു. കുറച്ച് തണ്ണിമത്തൻ സൺഡേ മാർക്കറ്റിൽ പോയപ്പോഴും വാങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ ഐസിൻ്റെ എന്തുവാ അതിനെ പറയുന്നത്, നമ്മുടെ ഐസ് ഉണ്ടാക്കുന്ന ആ ഒരു സംഭവം കൂടി ഉണ്ടായിരുന്നു. അപ്പോൾ അതിലോട്ട് ഞാൻ കുറച്ച് തണ്ണിമത്തൻ മിക്സിയിലിട്ട് അടിച്ചിട്ട് ഒന്ന് ഒഴിച്ച് വെച്ചേ. അപ്പം അതും കൂടി എടുത്ത് നോക്കുമ്പോഴേക്കും നല്ല സെറ്റായിട്ടുണ്ടായിരുന്നേ. അപ്പം നിങ്ങളെ ജസ്റ്റ് ഒന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ്. കണ്ടോ? അപ്പോൾ ഇനിയിപ്പോൾ കടയിൽ നിന്ന് ആരും ഐസൊന്നും വാങ്ങാതെ ഇതുപോലെയൊക്കെ ഉണ്ടാക്കിയിട്ട് വല്ലപ്പോഴും കഴിക്കുക കേട്ടോ. നല്ല അടിപൊളിയായിട്ട് ഐസ് കിട്ടി, സെറ്റായിട്ട്. പിള്ളേരെ ഇടയ്ക്കിടയ്ക്ക് നോക്കിയെങ്കിലും ഞാനങ്ങനെ സമ്മതിക്കാത്തതുകൊണ്ട് നല്ല സെറ്റായിട്ട് കിട്ടി.